കുർസി കുമാർ എന്നറിയപ്പെടുന്ന നിതീഷ് കുമാർ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പറ്റിക്കുന്നുള്ളൊരു പേടി കൂടി അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതെല്ലാം മുൻപ് കണ്ടിട്ട് BJP മനഃപൂർവ്വം അവർക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെയാണോ ഇങ്ങനെയുള്ളൊരു തന്ത്രം പയറ്റുന്നത്? നിതീഷ് കുമാർ BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു മാരേജ് ഓഫ് കൺവീനിയൻസ് ആണ്. ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യയശാസ്ത്രപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബന്ധമല്ല. അതായത് അധികാരം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്കാണ്. പക്ഷേ നിതീഷ് കുമാറിനും ചില തിരിച്ചറിവുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷെ ബീഹാറിൽ തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ BJPയുടെ കൂടെ നിൽക്കുന്നത് നഷ്ടമാണെന്ന് വേണം അദ്ദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രകമ്പനങ്ങൾ ചെറുതല്ല. അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കേന്ദ്ര രാഷ്ട്രീയത്തിനും വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. അത് മാത്രമല്ല, BJPയെ പിന്തുണയ്ക്കുന്ന വോട്ടർമാരെ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള, ആ വിഭാഗങ്ങളെ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള മധ്യവർഗത്തെയും ഉപരിവർഗത്തെയും സവർണരെയും ഒക്കെ മാത്രം ഒരു വോട്ടർ പട്ടികയിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ വോട്ട് ചെയ്യുമെന്ന് അവർ സംശയിക്കുന്ന ദരിദ്രര്, പിന്നോക്കക്കാർ, ദളിതർ, മുസ്ലിങ്ങൾ, ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു ഗൂഢ പദ്ധതിയാണ്. ഇപ്പോൾ ഡൽഹിയിലെ പ്രധാനപ്പെട്ട മാധ്യമം ഒരു സർവേ നടത്തി. സർവേ എന്നല്ല, അവർ 10 ജില്ലകളിൽ, ബീഹാറിൻ്റെ ജില്ലകളിൽ പോയപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തീരുമാനപ്രകാരം ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ദരിദ്രരായിട്ടുള്ള ആൾക്കാർ, പിന്നോക്കക്കാർ, ദളിതർ, മുസ്ലിങ്ങൾ, അങ്ങനെയുള്ള വിഭാഗക്കാരാണെന്ന് അവർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവർ ചെയ്യുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്.